നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐസിയം കോമ്പറ്റീഷന് 9 days ഔട്ടാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാൻ കേക്ക്. ഇത് നമ്മൾ പൗതി കഴിക്കും, കോട്ടയായിട്ട് പൗതി കോട്ടയായിട്ട് കഴിക്കുള്ളൂ. വെയിറ്റുള്ള കാര്യം, മസിൽസ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം. സ്ട്രെച്ച് കൊടുക്കുക, ഹോൾഡ് ചെയ്യുക, നല്ല നമ്മളൊരു 10K 15K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. നയൻ ഡേയ്സ് ഔട്ടല്ല, 11 days ഔട്ടാണ്. ഈ ടൈം കൊണ്ട് ഇറങ്ങി വരും. ഇതേപോലെ 2 കാര്യങ്ങളുണ്ട്. അല്ല ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഐസിയം കോമ്പറ്റീഷന് 9 days ഔട്ടാണ്. ഓക്കെ, സോ 10 days ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു, പക്ഷേ 9 days ഔട്ട് ആയിപ്പോയി. അപ്പോൾ ലോങ് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്താവും അറിയില്ല. മേലെ കയറിയാണ് ഫിസിക്കൽ കണ്ടീഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ചില നേരം പോകാണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പോയി വന്ന ടൈം ഉണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ ഫിഷിനെ കൊണ്ടെടുത്തു. സോ വി ആർ ഗോയിങ് ടു അവർ പരിപാടി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് പരിപാടി വിൽ ബി ഷോയിങ് അവർ ഫിസിക്കൽ കണ്ടീഷൻ. ഓക്കെ, സോ നമ്മൾ വീട്ടിലെത്തി. ഷോപ്പിൽ നിന്ന് വന്നിട്ട് നല്ല ലേറ്റായി. പെട്ടെന്ന് നിന്നാണ്ട് ക്യാരറ്റ് വെച്ചാണ്ട് നോമ്പ് പറഞ്ഞ്, പിന്നെ വെള്ളം കുടിച്ച് അൽഫാമും മന്തിയും വാങ്ങിനി. അപ്പോൾ ഇത് അൽഫാം മാത്രം ഒരു ചെസ്റ്റ് പീസിന് കഷ്ണം അത് കഴിക്കണം. മൈപ്രോട്ടീൻ്റെ പ്രോട്ടീനുണ്ട്. 68 ഗ്രാമേ ഇതുള്ളൂ ചിക്കനുള്ളൂ. ബാക്കി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മൈപ്രോട്ടീൻ്റെ പ്രോട്ടീൻ കുടിക്കണം. അപ്പോൾ കുറച്ച് വത്തിക്കും കഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് പ്രീ വർക്കൗട്ട് മീൻ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നമ്മൾ ട്രാക്ക് തെറ്റിയ കുഴപ്പമില്ലാണ്. ഇതിപ്പം എന്നൊക്കെ ഇട്ടതെന്നൊന്നും ഞാൻ കാണിച്ചില്ല, കാരണം എനിക്ക് ഓർമ്മ ചെയ്യുന്നു. ഞാൻ എൻ്റെ ആ ഒരു മൈൻഡിലങ്ങനെ ഉണ്ടാക്കിപ്പോയി. സംഭവം റെഡി ആക്കണം. ഇതിൽ ഓട്സ്, പഴം, അതുപോലെ തന്നെ മുട്ടി ഒരു 2-3 മുട്ട എടുത്തു. അതിൽ ഒരു മുട്ട ഫുള്ളും 2 മുട്ട വൈറ്റും എടുത്തു. പിന്നെ ഒരു 150 ഗ്രാം പഴം, പിന്നെ ഒരു 30 ഗ്രാം ഓട്സ് ആണ് ഇതിൽ. അത് നല്ലോണം മിക്സ് ചെയ്താണ്ട് പാൻറ്റ് പാർന്നു കട്ട് ചെയ്താണ് മറിച്ചിട്ടു. അപ്പോൾ നമ്മൾ കുറേ ഒക്കെ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മയില്ലാത്തത്. സോ സോറി ഫോർ ദാറ്റ്. നമ്മൾ ജിമ്മിൽ പോകാൻ റെഡി ആയി നിൽക്കണം. സ്കെച്ചിട്ട് നമ്മൾ നേരെ ജിമ്മൊക്കെ പോകും. ഇത് കൊണ്ടുപോകും. പിന്നെ പകുതി പ്രീ വർക്കൗട്ട്, പകുതി പോസ്റ്റ് വർക്കൗട്ടാണ്. സോ ഓക്കെ, ബൈ. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാൻ കേക്ക്. ഇത് നമ്മൾ പകുതി കഴിക്കും, കോട്ടയായിട്ട് പകുതി വർക്കൗട്ട് കഴിക്കുള്ളൂ. സോ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പഴയ പോലെയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പറഞ്ഞ വീഡിയോസ് എടുക്കാത്തതുകൊണ്ടോ ഈ സെറ്റപ്പ് ആയിക്കാരം. നമുക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് എടുക്കാണെങ്കിൽ ഒരു വൈബ് കിട്ടൂല. ഇവിടെ ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ ഈ സാധനം അത് കുറച്ച് കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. മുട്ട, പഴം, എഗ്ഗുള്ളെങ്കിലും ആ പഴത്തിന് ടേസ്റ്റ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ജിമ്മിൽ കൊണ്ടുപോകാൻ ബോട്ടിലാണ്. അതിന് താഴത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രോട്ടീൻ ഇടും. പ്രോട്ടീൻ 1-1.5 ഇടും കേട്ടോ. 1.5 ഇപ്പോൾ 1 സ്കൂപ്പ് ഇട്ടു. ഒരു 35-40 ഗ്രാം പ്രോട്ടീൻ അതിന് കിട്ടും. പിന്നെ അതിക്കിടാൻ പോകുന്ന സംഭവമാണ് ക്രിയാറ്റിൻ. വെൽക്കോൻ്റെ ക്രിയാറ്റിൻ ഉണ്ട്. സംഭവം കട്ട പിടിക്കാനയക്കണം. അപ്പോൾ അത് സ്കൂപ്പ്. പിന്നെ സംഭവമാണ് ഗ്ലൂട്ടാമിൻ. റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് പറയാം. അപ്പം അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മാസം 1.5 മാസത്തായി. അപ്പോൾ അതും ഒരു സ്കൂപ്പ്. പിന്നെ എന്താ കാട്ടാച്ചാൽ ജിമ്മിക്ക് കൊണ്ടുപോകും. പോസ്റ്റ് വർക്കൗട്ട് ആയിക്കാണ്ട് നമ്മൾ കഴിക്കണ മീലാണ് ഇതാ ഈ ഒരു സ്കൂപ്പിലേക്ക് ഇട്ടുകൊണ്ട് അതും കഴിക്കും. അതിന് കൂടെ തന്നെ നമ്മൾ
ഇതിപ്പോൾ നമ്മൾ പകുതി കഴിക്കുമല്ലോ, ആ പകുതിൻ്റെ ബാക്കി നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും അതാണ്. പിന്നെ വർക്കൗട്ടിൻ്റെ ഇടയിൽ അഥവായിട്ട് നമുക്ക് എനർജി കുറവാണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതാണ് തന്നെ ഇടയ്ക്കൊന്ന് ചെറിയ പീസ് കൊടുക്കാൻ കഴിക്കും. കാരണം കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി തരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവും, ക്ഷീണിക്കും. സോ അത് വീണ്ടും റീഫിൽ ചെയ്തിടും, വീണ്ടും എനർജി കിട്ടും, വീണ്ടും റീഫിൽ ചെയ്യും, ആ ലെവലിൽ ഇങ്ങനെ പോകും. അപ്പോൾ എന്നാൽ വർക്കൗട്ടിൻ്റെ മുന്നേ ശേഷമാണ് നമ്മൾ കാപ്സ് മാക്സിമം മാനേജ് ചെയ്യുന്നത്. അത് വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കാപ്സ് കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ വരെ നമ്മൾ കാപ്സ് മാക്സിമം കുറക്കും, പ്രോട്ടീൻ മാത്രമാണ്. സോ അത്രേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ ജിമ്മിൽ പോകും, ജിമ്മിൽ നിന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഞങ്ങൾ റിവേഴ്സ് പെക്ടറാണ് ചെയ്തത്. നമ്മൾ ലീപ് റീസ്റ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ വീക്കസ്റ്റ് മസിൽ ഈ സ്മോളസ്റ്റ് മസിൽ ഫസ്റ്റ് ട്രെയിൻ ചെയ്തിട്ടാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഇതിന്മേ ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. ലാറ്റ് പുൾ ഡൗൺ നമ്മൾ റിവേഴ്സ് സ്കിപ്പാണ് ചെയ്തത്. അതിന് പുള്ളപ്പ് എടുത്ത് വാങ്ങാൻ പോയിക്കാണ്ട് പിന്നെ നമ്മൾ സ്മിത്ത് മെഷീനിൽ നമ്മൾ വൈഡ് ഗ്രിപ്പ് റോയിങ് ചെയ്തു. അതിന് കൂടുതൽ സൂപ്പർ സെറ്റ് ചെയ്യാണ്ട് ക്യാബിളിൽ ഫുൾ ഓവറും ചെയ്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ്
സീറ്റർ റോ 1 ആവും സിംഗിൾ ആവും ചെയ്ത് ഫസ്റ്റ് ഇരുന്നാണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ആമാണ്. ലാസ്റ്റാണ് വെയിറ്റ് അധികം വേണ്ട, വെയിറ്റ് നമുക്ക് പുഷ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കിട്ടാൻ മതി. വെയിറ്റുള്ള കാര്യം നമ്മൾ ആ ഒരു കറക്റ്റ് മസിൽസ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം. റിസ്റ്റ് കൊടുക്കുക, ഹോൾഡ് ചെയ്യുക, നല്ല വെയിറ്റ് വെച്ചാണ്ട് വീണ്ടും ചെയ്യാം. സോ വർക്കൗട്ട് കഴിക്കണം. ഡെയിലി റിച്വലാണ് പ്രോട്ടീൻ ആൻഡ് നമ്മളെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. അതെന്ന് വെച്ചാൽ നമ്മൾ നേരെ വീട്ടിലല്ല പോവുക, നേരെ വാക്കിങ്ങിന് പോവുക. സോ വാക്കിംഗ് ഒരു 1.5 hours വാക്കിംഗ് ഉണ്ടാവും. നമ്മൾ 10K സ്റ്റെപ്സിന് നേരെ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുള്ളൂ. സോ നമ്മൾ ഒറ്റയ്ക്ക് വാക്കിങ്ങിന് പോകുന്നത് അതിനുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഡീമോട്ടിവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇത് ചെയ്യാം, അതായത് ചെയ്യാൻ കൂടുതലില്ല. ഇതാകുമ്പോൾ ഒരാളെ പുഷ് ചെയ്തിട്ടാണ് മുന്നേ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയ്ക്ക് സ്മൂത്തായി പോയിക്കുന്നത്. സോ വി ആർ അറ്റ് ട്രെയിനിങ് ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം ഗ്രൗണ്ട്, മഞ്ചേരി പാലം ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ കാടിയില്ലേ സ്റ്റെപ്സ് കംപ്ലീറ്റ് 17 റോഡുണ്ട്. നമുക്ക് മുട്ടുവേദന ആയതുകൊണ്ട് നമ്മൾ റോഡില്ല നടക്കണല്ലോ. നമ്മൾ റോഡ് കുറച്ച് ദിവസം നടന്നിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് മുട്ടുവേദന ഒന്നും നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മളൊരു 10K 15K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകുള്ളൂ. സോ ഇറ്റ്സ് കീപ് ഗോയിങ്. കഴിഞ്ഞിട്ട് കാണാം. സോ ഇപ്പോൾ ടൈം 1:30 പറയുമ്പോൾ AM. സോ എല്ലാവരും കടന്നുറങ്ങിയാണ്. നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വാക്കിങ് ചെയ്ത് 10K സ്റ്റെപ്സിന് മേലെ കംപ്ലീറ്റ് ചെയ്ത്. കാരണം വേറെ ടൈമില്ല നമുക്ക്. നോമ്പായതുകൊണ്ട് നമുക്ക് കഴിച്ചക്ക് കഴിഞ്ഞ ഫുഡ് കഴിച്ച് പിന്നെ
ഉച്ചയ്ക്ക് നീക്കുകയാണെങ്കിലും പിന്നെ ഭയങ്കര ക്ഷീണമായിക്കാം, നമുക്ക് നീച്ച് നിൽക്കാൻ പോയി ചിലപ്പോൾ കഴിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ എനർജി ഉണ്ടാവും, അതിന് പോയി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റും. 2 മീൽ ഞാൻ കവർ ചെയ്യാൻ പറ്റും. രാത്രി നമ്മൾ ഉറങ്ങാതെ ഫുഡ് കഴിച്ചിരിക്കലാണ്, കാരണം പ്രോട്ടീൻ ടൈപ്പ് ഫില്ലായണം. അപ്പോൾ നോമ്പിന് പ്രിപ്പ് ചെയ്യുമ്പം ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽസ് മെയിൻറ്റെയിൻ ചെയ്തിക്കാണ്ട് ഫാറ്റ് മാക്സിമം കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. സോ വാക്കിങ് കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് 2 മീൽ കഴിക്കാണ്ട് 2 മീൽ ചിക്കൻ കഴിക്കാം. സോ പ്രോട്ടീൻ ടൈപ്പ് ഫില്ലാവും. പിന്നെ വാട്ടർ ഇപ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്റർ കുടിക്കും. അപ്പോൾ അവിടെ നമ്മൾ 2 ലിറ്റേഴ്സ് വാട്ടർ കഴിഞ്ഞു, ബാക്കി 2 ലിറ്റേഴ്സ് നമുക്ക് വീട്ടിൽ പോയിട്ട് 4 മണി 4:30 5:30 ടൈമുണ്ട്, 5:15 അതിന് മുമ്പ് കുടിച്ച് തീർക്കണം. സോ വീട്ടിലെത്തി കാണാം. ഓക്കെ, ബൈ ബൈ. സോ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം. പിന്നെ നമ്മൾ നേരെ കയറലും ഇങ്ങോട്ടാണ്. സോ ഇതിൽ ഒരു 2 ലിറ്റർ വെള്ളം നിറച്ച് വെക്കും. 2 ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഒരു 1.5 ലിറ്റർ നമ്മൾ കുടിച്ച് തീർക്കും. പിന്നെ ഇപ്പം നമ്മൾ ചിക്കൻ കഴിക്കും. ചിക്കൻ അവിടെ റെഡി ആയിക്കാരം. അയ്യോ മുരിങ്ങ കറിയാണ്. ചിക്കൻ ഇതിൽ റെഡി ആയിരിക്കണം. യെസ്, സോ ബ്രസ്റ്റ് പീസും അതുപോലെ തന്നെ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് കഴിക്കാൻ പോണത്. 2 നേരത്തിൻ്റെതാണ്, അത് കഴിക്കും. അതിന് കൂടെ ഒരു കുക്കുംബർ ഉണ്ടാവും, പിന്നെ ഇപ്പം ഒരു ഓറഞ്ച് കഴിക്കും, വിറ്റമിൻ സി അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്കൊക്കെ ഞങ്ങൾ കൂടുന്നതാണ് ഉണ്ടോ, റോബസ്റ്റ, ഒരു ആപ്പിൾ, അതുപോലെ തന്നെ എക്സ്ട്രാ കുക്കുംബേഴ്സ്. സോ നമുക്ക് പണിക്ക് കിടക്കാം, അത്രേ ഉള്ളൂ. സോ സംഭവങ്ങൾ റെഡി ആക്കണം. ചിക്കൻ, കുക്കുംബർ, മയണൈസ് അല്ല തൈരാണ്. അപ്പോൾ തൈരിൽ മുക്കിയിട്ട് ചിക്കൻ കഴിക്കും, പിന്നെ കുക്കുംബർ അതിനിടെ കഴിക്കും. പിന്നെ ചിലപ്പം തൈര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓറഞ്ച് എടുത്തുകൊണ്ട് ചിക്കനൊപ്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കും. സോ നമ്മൾ കഴിക്കണ ഫുഡാണ് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലാതെ തോന്നും, പക്ഷെ നമ്മൾ കഴിക്കണമെന്ന് നമ്മളെന്താ വിചാരിക്കുക വെച്ചാൽ നല്ല ടേസ്റ്റിൽ ഫുഡാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ കഴിക്കുക, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് തൈരാണ്, അപ്പോൾ കഴിക്കാൻ പറ്റില്ല, രസം ഉണ്ടാവില്ല, വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഡയറ്റ് വിടുന്നത്. അപ്പം അതിന് പുറമെ നല്ല സാധനമാണ് തൈര് കഴിച്ചാൽ നമുക്ക് ഡയജഷന് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ചിക്കൻ പ്രോട്ടീനാണ്. നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുക്കുംബർ കഴിച്ച് കഴിഞ്ഞാൽ ഫൈബർ കിട്ടും. അപ്പം അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫുഡും ടേസ്റ്റില്ലാത്ത ഫുഡ് നമുക്ക് ടേസ്റ്റി ആവും. അപ്പം അങ്ങനെ നമുക്ക് കഴിക്കാൻ പോകുന്നത്. സോ ചിക്കൻ, തൈര്, കുക്കുംബർ ആൻഡ് 1 ഓറഞ്ച്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു മീനും കഴിക്കും. അതിലും ഇതേപോലെ തന്നെ ചിക്കൻ ഉണ്ടാവും, പിന്നെ കുറച്ച് സാലഡ് എന്തെങ്കിലും ഉണ്ടാവും, കുറച്ച് തൈരും ഉണ്ടാവും. ഇത് 50 ഗ്രാംസ് തൈര് എടുത്ത്, അപ്പോൾ അപ്പോൾ 50 ഗ്രാംസിന് എടുക്കും. അപ്പോൾ അതോടെ നമ്മളെ പരിച്ചക്കത്ത് മീനും കഴിയും. പിന്നെ നമ്മൾ നേരെ സുബൈസ് കഴിച്ച് കണ്ട് കടന്നുറങ്ങും. പിന്നെ ഉച്ചക്കാണ് നീക്കുക, ഉച്ചക്ക് നീച്ചിക്കാണ് വൈകുന്നേരമൊക്കെ നമ്മൾ വീടെടുക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ശരിക്ക് 9 days ഔട്ടല്ല, 11 days ഔട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ 11 ദിവസമുണ്ട് നമ്മുടെ കോമ്പറ്റീഷൻ. സോ 11 ദിവസം അതിനുള്ളിൽ നമ്മൾ ബെസ്റ്റ് കണ്ടീഷൻ അച്ചീവ് ചെയ്യും. ഇപ്പോഴത്തെ നമുക്ക് സ്റ്റേഷൻസ് കണ്ടു തുടങ്ങിയാണ്. അപ്പോൾ 1 വീക്ക് മുന്നേ, ഷോൻ്റെ 1 വീക്ക് മുന്നേ നമ്മൾ ഷോ റെഡി കണ്ടീഷനിൽ എത്താം. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ കണക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പീക്ക് വീക്കിൽ നമുക്ക് അധികം ഫാറ്റ് കട്ട് ചെയ്യാൻ നമുക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പാടില്ല. പീക്ക് വീക്ക് ശരിക്കും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്രാവശ്യം അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. എന്നാൽ വിചാരിച്ച പോലെ ഫാറ്റ് കട്ടായിട്ടില്ല, ഇന്ന് കുറച്ചും കൂടി കട്ടാവുന്നുണ്ട്. നമ്മൾ ഈ വരുന്ന 4 ദിവസം കൊണ്ട് കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക, 4-5 ദിവസം കൊണ്ട്. ഇവിടെ ഇവരുണ്ടാകും കൂട്ടിന് എന്നും രാത്രി ഈ ടൈം കൊണ്ട് ഇറങ്ങി വരും. ഇതേപോലെ 2 ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരുണ്ടാകുമ്പോൾ എല്ലും അതുപോലെ മുട്ടനാണെങ്കിൽ മുട്ടനെ മുഞ്ചിക്ക് നിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ നമ്മൾ കൂടെ ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. ഓക്കെ, സോ കമൻറ്റ് ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി വേണോ വേണ്ടേ, എങ്ങനെയുണ്ട്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതിനനുസരിച്ചാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കണ്ടതാക്കാം. കാരണം നമുക്ക് ഞാൻ വീഴ്ത്താണ്ട് ശീലമില്ല. സോ പക്ഷേ നമുക്ക് യൂട്യൂബ് ഒന്ന് ഉഷാറാക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യണത്.
പിന്നെ എല്ലാവരും കാണിക്കണം എന്നുണ്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വർക്കൗട്ട് ഉഷാറായിരുന്നു. ഡയറ്റും ഗോയിങ് സ്ട്രോങ്. അവർ ബോഡി ഈസ് റെസ്പോണ്ടിങ് വെൽ. കാർഡിയോ ഈസ് ഓൾസോ ഓൺ പോയിന്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.